എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രേട്ടൻ്റെ പടം പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന വെച്ചാൽ മാടായിരുന്നു ആടുന്ന കവുങ്ങാണ്. ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ മാടമിലിരുന്ന് ആടുന്നതും പിന്നെ മാടയില്ലാതെ ഇരുന്ന് ആടുന്നതും. അന്ന് കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ എന്താണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ആളുകൾ ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല. പക്ഷേ ഒരിക്കൽ നമ്മൾ കാണാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് തീരുന്ന വരെ നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. കുഞ്ഞായിരിക്കുന്നത്തെ കാര്യമൊക്കെ പറയണം. അങ്ങനെ ഞാൻ അടുപ്പിച്ച് കണ്ട രണ്ട് പടങ്ങളാണ് കുണ്ടന്മാടെയും വിജയം. രണ്ടിലും മമ്മൂക്കയായി. പിന്നീട് ഞാൻ സിനിമയിൽ വന്നു മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തു. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വന്നത്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ കാര്യമുണ്ട്, ഒരു നടൻ ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ലോ ബഡ്ജറ്റ് പടങ്ങളും ചെയ്യണം. അതായത് നമ്മൾ 50 കോടിയുടെ പടം ചെയ്യുന്നു, അത് കഴിഞ്ഞ് 55 കോടിയുടെ, പിന്നെ 100 കോടിയുടെ, 150 കോടിയുടെ, അങ്ങനെയല്ല ഒരു ആക്ടർ ഉണ്ടാകുന്നത്. 50 കോടി ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടറിന് 2 കോടിയുടെ പടം ചെയ്യാൻ പറ്റണം. എന്നാലും ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ, പടങ്ങളും നല്ല ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ വിജയുടെ അടുത്ത് ചോദിച്ചു, സാറേ ഈ ഒരു വർഷം ഒരു പടമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഈ പടം ചെയ്ത് വരുമ്പോഴേക്കും ഒരു വർഷമാവും. അല്ല, ചെറിയ പടങ്ങളേ ഉള്ളൂ, 2 കോടിയിൽ 2.5 കോടിയിൽ. അപ്പോൾ പുള്ളി എൻ്റെ മൊത്തം നോക്കി ചിരിച്ചു. എന്തൊക്കെ ആദ്യത്തെ കേസ് ഉണ്ടായിട്ട് പാസ്പോർട്ടൊക്കെ കോടതിയിൽ വാങ്ങി വെച്ച സമയത്താണ് ചന്ദ്രൻ സാറിൻ്റെ പടം വരുന്നത്. അപ്പോൾ പടം മോഹവലയം എന്നുള്ള പടം ബഹ്റൈനിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ സാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് പാസ്പോർട്ടിന് ഇത് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ഒരാൾ കുറ്റക്കാരനാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ പറയുകയും കുറച്ച് നാൾ കൊണ്ടാടുകയും ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു അപകർഷതാബോധം ഉണ്ടാവും. പിന്നീട് അയാളുടെ മുഖത്ത് നോക്കുമ്പോഴും ഓരോ അതിന് നമ്മൾ ഫേസ് ചെയ്യും. അപ്പോൾ ഞാൻ ചന്ദ്രൻ സാർ ആരെയും വകവയ്ക്കില്ല, ഞാൻ സംസാരിക്കില്ല, നീ പോയി പണി വെക്കുന്നു അവരോട്. പിന്നീട് ദിവസത്തെ എനർജി അല്ലെങ്കിൽ കോൺഫിഡൻസ് ആണ് പിന്നീട് മുന്നോട്ട് നയിക്കാൻ എന്നെ മുന്നോട്ട് നയിച്ചത്. ചെറുതായി വീണ്ടും ആഘോഷബോധമായി പോയി, ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റി. ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസിലൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ ഒരു ആക്ടറിൻ്റെ പ്രശ്നം. ഏറ്റവും കൂടുതൽ വേണ്ടത് എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റുന്നത് ക്യാമറയെ അതിൽ നോക്കി നിൽക്കാം. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുക സമൂഹത്തിൽ നമ്മൾ കുറ്റക്കാരനായിട്ടും അങ്ങനെ. അപ്പം അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ തന്നെ മോഹവലയം എന്ന് പറയുന്ന ചിത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ഞങ്ങളുടെ ഒരു മോഹവലയായിരുന്നു, എൻ്റെ സുധീഷേട്ടൻ്റെ ബഹ്റൈൻ. അപ്പം ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യണം. ഇപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ ഉദ്ദേശിച്ച പടത്തിനാണ് വിളിക്കുന്നത്. എന്നാ പടം തുടങ്ങണമെന്ന് ഞാൻ ചോദിച്ചത്. അതല്ല, ഫംഗ്ഷൻ ഇവന്റ് ഉണ്ട് ഇങ്ങനെ 50-ാം വർഷം. ഓക്കെ അല്ലേ, 15 പടം ചെയ്യില്ലേ, അത് കഴിഞ്ഞ് പടം ചെയ്യും. അപ്പോൾ ഇനിയും പടങ്ങൾ ചെയ്യുക. താങ്ക് യു.